മോർണിംഗ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാമ്പിംഗ് ഫോഴ്സിനെ കുറിച്ചായിരുന്നു. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സിമ്പിൾ ഹാർമോണിക് മോഷനെ കുറിച്ചും അതുപോലെ അതിൻ്റെ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ആവറേജ് കൈനറ്റിക് എനർജി, അത് നമ്മുടെ ടൈമിൻ്റെ കേസിലും സ്പേസിൻ്റെ കേസിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കണ്ടുപിടിച്ചിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാമ്പിംഗ് ഫോഴ്സിനെ കുറിച്ചാണ്. നമ്മൾ ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സിമ്പിൾ ഹാർമോണിക്കിൻ്റെ മോഷൻ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? എക്സ് ഇസ് ഈക്വൽ ടു, അതായത് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ഇൻറ്റു ടി എന്നുള്ള റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ എഴുതുക. ഇതിൽ എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്, ഒമേഗ എന്ന് പറയുന്നത് അതിൻ്റെ ആംഗുലർ ഫ്രീക്വൻസിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിലേക്കൊരു ഡാമ്പിംഗ് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് ഈസ് എഫ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഫ് എന്ന് പറയുന്ന റിലേഷൻ നമ്മൾ നോർമലി നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് സി ഇൻറ്റു ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി പ്ലസ് ഡി ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ. ഈ രീതിയിലായിരിക്കും. അതായത് ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടാവും, ഒരു ഫംഗ്ഷൻ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, വെലോസിറ്റിയുടെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, അതുപോലെ ആക്സിലറേഷൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. ഈ രീതിയിലായിരിക്കും ഒരു ഡാമ്പിംഗ് ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇതിൽ എ ബി സി ഡി എന്ന് പറയുന്നതെല്ലാം എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. എ ബി സി ഡി എന്ന് പറയുന്നതെല്ലാം ഒരു കോൺസ്റ്റൻ്റ് ആണ്. എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എഫ് എന്ന് പറയുന്നത് വർക്ക് ഫോഴ്സാണ്. അങ്ങനെയാണെങ്കിൽ ഡി എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ ചേഞ്ച് വരുത്താൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡി ഡബ്ല്യു ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി എക്സ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, എഫ് ഇൻറ്റു ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി ആണ്. അപ്പോൾ ഡി എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? വി ഇൻറ്റു ഡി ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ദറ്റ് ഈസ് വി ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി ഇൻറ്റു ഡി ടി. കാരണം വെലോസിറ്റി എന്ന് പറയുന്നത് ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി ആണ്. ആ ടൈമിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? മാറ്റി. ഇനി ഒരു സൈക്കിളിൻ്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത്, ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് പീരീഡിൻ്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് വർക്ക് ഡൺ പെർ സൈക്കിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ടി ഡി ഡബ്ല്യു. കാരണം ഒരു സൈക്കിളിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? വിത്ത് റെസ്പെക്ട് ടൈമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു സൈക്കിളിൻ്റെ വർക്ക് മൊത്തം ടൈം എന്ന് പറയുന്നത് ടൈം പീരീഡാണ്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ടി. 0 ടു ടി ഡി ഒമേഗ ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ടി എഫ് ഇൻറ്റു ഡി എസ് ഡിവൈഡ് ബൈ ഡി ടി ഇൻറ്റു ഡി ടി എന്നതാണ്. അതിൽ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഈക്വൽ ടു ദിസ് വൺ. അപ്പോൾ എ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇൻറ്റു ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി പ്ലസ് ഡി ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി ഇൻറ്റു ഡി ടി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എ സൈൻ ഒമേഗ ടി എന്നുള്ള ടേമാണ്. അപ്പോൾ എക്സിന് നമ്മൾ എന്ത് ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ടും കൊടുക്കുകയാണ്. എ ഈക്വൽ ടു സൈൻ ഒമേഗ എ ടി എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇൻറ്റഗ്രൽ 0 ടു ടി ഡി ഒമേഗ ഈക്വൽ ടു നമുക്ക് എഴുതാം ഇൻറ്റഗ്രൽ 0 ടു ടി എ പ്ലസ് ബി ഇൻറ്റു എക്സിന് പകരം കൊടുക്കാം എ സൈൻ ഒമേഗ ടി പ്ലസ് സി ഇൻറ്റു ഡി എസ് ഡിവൈഡ് ബൈ ഡി ടി. എങ്ങനെ വരും? ഒമേഗ ഇൻറ്റു എ ഇൻറ്റു കോസ് ഒമേഗ ടി. ഇനി അടുത്തത് ഡി സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ. അപ്പോൾ ആദ്യത്തെ ഡിഫറൻഷ്യൽ നമ്മൾ എ സൈൻ ഒമേഗ ടി കിട്ടും. അടുത്തൊരു ഡിഫറൻഷ്യലും കൂടി ചെയ്യുമ്പോൾ മൈനസ് ഒമേഗ സ്ക്വയർ എ കോസ് സൈൻ ഒമേഗ ടി എന്നുള്ള ടേം ആയിരിക്കും കിട്ടുക. അപ്പോൾ മൈനസ് ടി ഒമേഗ സ്ക്വയർ എ സൈൻ ഒമേഗ ടി, ഇത്രയും ടേമാണ് ബ്രാക്കറ്റിൽ വരുന്നത്. പിന്നെ ഡി എസ് ഡിവൈഡ് ബൈ ഡി ടി, അതെന്താണ്? എ ഒമേഗ കോസ് ഒമേഗ ടി ഇൻറ്റു ഡി ടി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ദെൻ നമ്മൾ ഈ എ ഒമേഗ കോസ് ഒമേഗ ടി കൊണ്ട് നമ്മൾ ത്രൂഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻറ്റഗ്രേഷൻ നമ്മൾ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇൻറ്റഗ്രൽ 0 ടു ടി എ ഇൻറ്റു സ്മോൾ എ ഒമേഗ കോസ് ഒമേഗ ടി ഡി ടി പ്ലസ് ഇൻറ്റഗ്രൽ 0 ടു ടി ബി എ സ്ക്വയർ ഒമേഗ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി ഡി ടി പ്ലസ് ഇൻറ്റഗ്രൽ 0 ടു ടി സി ഒമേഗ സ്ക്വയർ എ സ്ക്വയർ കോസ്
സ്ക്വയർ ഒമേഗ ടി മൈനസ് ഇൻ്റഗ്രൽ 0 ടു ടി ഡി ഒമേഗ ക്യൂബ് എ സ്ക്വയർ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി ഡി ടി എന്ന് നമുക്ക് എന്ത് ചെയ്യും കിട്ടും. ഇനി നമുക്കറിയാവുന്ന റിലേഷൻ ഉണ്ട്, സൈൻ 2x ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ് എന്നുള്ളൊരു റിലേഷൻ നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം സൈൻ 2x ഡിവൈഡ് ബൈ 2 എന്നുള്ള റിലേഷനിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി വരുന്നുണ്ട്, ഇവിടെയും സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി വരുന്നുണ്ട്. അവിടെ നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് കൊടുക്കാം. അതോടൊപ്പം തന്നെ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞത് 1 പ്ലസ് കോസ് 2x ഡിവൈഡഡ് ബൈ എക്സ് 2 എന്നുള്ള ടേമാക്കി നമുക്ക് എന്ത് ചെയ്യാം, മാറ്റം ചെയ്യാം. ഓക്കെ, അപ്പോൾ 1 മൈനസ് കോസ് 2x ഡിവൈഡ് ബൈ 2 എന്നുള്ള ടേമിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, മാറ്റം ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ടി എ സ്മോൾ എ ഒമേഗ കോസ് ഒമേഗ ടി ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ 0 ടു ടി ബി എ സ്ക്വയർ ഒമേഗ ഡിവൈഡഡ് ബൈ 2 സൈൻ 2 ഒമേഗ ടി. ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മളിവിടെ കൊടുത്തു ഇൻറ്റു ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ 0 ടു ടി സി ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 1 പ്ലസ് കോസ് 2 ഒമേഗ ടി ഡി ടി മൈനസ് ഇൻ്റഗ്രൽ ഡി ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ഡിവൈഡ് ബൈ 2 സൈൻ 2 ഒമേഗ ടി ഡി ടി ഫ്രം 0 ടു ടി. ഓക്കെ, ഈ രീതിയിൽ നമ്മളിതിനെ മാറ്റി എഴുതി. ഇനി നമ്മൾ കോസിൻ്റെ ഇൻ്റഗ്രേഷൻ കാണണം, സൈൻ 2 ഒമേഗ ടിയുടെ ഇൻ്റഗ്രേഷൻ കാണണം. ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് കാണണം, ഇവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യണം കാണണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് W ഈക്വൽ ടു എ സ്മോൾ എ ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുത്തു. ദെൻ ആദ്യത്തെ ടേമിൽ എന്താ വരും, കോസ് ഒമേഗ ടി എന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണത്, സൈൻ ഒമേഗ ടി ഡിവൈഡ് ബൈ ഒമേഗ ഫ്രം 0 ടു ടി എന്ന് വരും. പ്ലസ് അടുത്ത ടൈമിൽ എന്ത് വരും, ബി എ സ്ക്വയർ ഒമേഗ ഡിവൈഡഡ് ബൈ 2 കോൺസ്റ്റൻ്റ് ആണ്. ദെൻ പിന്നെ വരുന്നത് എന്താണ്, കോസ് 2 സൈൻ 2 ഒമേഗ ടി ഡിവൈഡ് ബൈ 2 എന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻഷ്യൽ എന്നാണത് മൈനസ് കോസ് 2 ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2 ഒമേഗ എന്നുള്ള ടേം ആയിരിക്കും വരിക ഫ്രം 0 ടു ടി പ്ലസ് സി ഇൻറ്റു എ സ്ക്വയർ ഒമേഗ സ്ക്വയർ. ഇതിൻ്റെ നമ്മൾ എന്താണ് സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ ടേമിൽ 1 ആണ്, അപ്പോൾ ഡിവൈഡ് ബൈ 2 എന്ന് വരും. പ്ലസ് ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ സി എ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഡിവൈഡ് ബൈ 2 കോസ് 2 ഒമേഗ ടി ഇൻറ്റു ഡി ടി. അതായത് രണ്ടാമത്തെ ടേമിൽ നമ്മൾ എന്ത് ചെയ്യും, മൂന്നാമത്തെ ടേമിൽ നമ്മൾ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്തു. പ്ലസ് അടുത്ത ടേമിൽ മൈനസ് ഡി ഇൻറ്റു എന്തായിരുന്നു, എ സ്ക്വയർ ഒമേഗ ക്യൂബ് ഡിവൈഡഡ് ബൈ 2. ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് കോസ് 2 ഒമേഗ ടി ഡിവൈഡ് ബൈ 2 ഒമേഗ ഫ്രം 0 ടു ടി. ഓക്കെ, ഇത്രയും ടേമാണ് വരുന്നത്. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ ഒമേഗ ടി ടി ഈക്വൽ ടു 2 പൈ ഡിവൈഡ് ബൈ ഒമേഗ എന്നതാണ്. അപ്പോൾ സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ സൈൻ ഒമേഗ ഇൻറ്റു 2 പൈ ഡിവൈഡ് ബൈ ഒമേഗ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 2 പൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ സൈൻ ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 ആയിരിക്കും. ദെൻ സൈൻ 0 നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്തായി, 0 ആയിട്ട് പോയി. ഇനി രണ്ടാമത്തെ ടേം നോക്കാം, മൈനസ് പുറത്തേക്ക് എടുക്കുകയാണ്, കോസ് 2 ഒമേഗ ടി. അപ്പോൾ കോസ് 2 ഒമേഗ ഇൻറ്റു 2 പൈ ഡിവൈഡ് ബൈ ടി. ഓക്കെ, 2 പൈ ഡിവൈഡ് ബൈ ഒമേഗ. അപ്പോൾ ഒമേഗയും ക്യാൻസൽ ചെയ്ത് പോയി, കോസ് 4 പൈ എന്ന് വരും. ഓക്കെ, അപ്പോൾ മൈനസ് കോസ് 4 പൈ എന്ന് പറഞ്ഞത് എന്താണ്, 1 ആണ്. ദെൻ അടുത്ത ടേമിൽ മൈനസ് പുറത്തേക്ക് നിന്ന് കോസ് 0 എന്ന് പറഞ്ഞത് എന്താണ്, 1 ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് എന്തായത് 0 പോയി. അപ്പോൾ ഈ രണ്ടാമത്തെ ടേം എന്തായിട്ട് പോയി, 0 ആയിട്ട് മാറി. ഓക്കെ, ദെൻ
മൂന്നാമത്തെ നാലാമത്തെ ടേം അവിടെ നിൽക്കട്ടെ. അഞ്ചാമത്തെ ടേം നോക്കാം. കോസ് 2 ഒമേഗ ടി ഇതേ സെയിം സാധനം തന്നെയാണ്. അപ്പോൾ അതെന്താണ് 0 ആയിട്ട് മാറി. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഇൻറ്റഗ്രൽ സി എ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഡി ടി ഫ്രം 0 ടു ടി പ്ലസ് ഇൻറ്റഗ്രൽ 0 ടു ടി സി എ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 കോസ് 2 ഒമേഗ ടി ഡി ടി എന്ന റിസൾട്ടിലേക്ക് വരും. ഓക്കെ, ഇതിൻ്റെ ഡിഫറെൻറ്റ് ഇൻറ്റഗ്രേഷൻ നമ്മൾ കാണുകയാണെങ്കിൽ സി എ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു ടി ഫ്രം 0 ടു ക്യാപിറ്റൽ ടി പ്ലസ് സി എ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഡിവൈഡ് ബൈ 2 സൈൻ 2 ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2 ഫ്രം 0 ടു ടി. ഓക്കെ, അപ്പോൾ സൈനിൻ്റെ ടേംസ് നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് 0 ആണ് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഈ ടേം എന്തായി 0 ആയി പോയി. കാരണം ഈ ഒരു റിസൾട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു സി എ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു ക്യാപിറ്റൽ ടി എന്നുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടാം. ഓക്കെ, സി എ സ്ക്വയർ ഒമേഗ സ്ക്വയർ ക്യാപിറ്റൽ ടി ഡിവൈഡ് ബൈ 2 where t is equal to 2 pi divided by omega. അപ്പോൾ എങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ is equal to സി എന്ത് വരും? എ സ്ക്വയർ ടിക്ക് പകരം 2 pi ഒമേഗ കൊടുക്കുമ്പോൾ ഈ ഒമേഗയും ഇവിടെ ഒരു ഒമേഗയും ക്യാൻസൽ ചെയ്ത് പോയി, ഈ 2 ക്യാൻസൽ ചെയ്ത് പോയി. ഇപ്പോൾ പൈ ഒമേഗ ഈ റിസൾട്ട് ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക? വർക്ക് ഡണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഈ വർക്ക് ഡണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു ഡാമ്പിങ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് സിയുടെ കോഎഫിഷ്യൻറ്റ് വരുന്ന രീതിയിലാണ് നമുക്കൊരു വർക്ക് ഡൺ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫോഴ്സിൻ്റെ റിലേഷൻ എഴുതിയപ്പോൾ എയും ബിയും സിയും ഡിയും ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ സിയുടെ വാല്യൂക്ക് മാത്രമാണ് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്, വർക്ക് ഡണ്ണിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി എന്നുള്ള ടേമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി എഴുതാൻ പറ്റും. കാരണം സീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്നുള്ളത് സി ഇൻറ്റു ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി എന്നതായിരുന്നു നമ്മൾ ആ ഫോഴ്സിൻ്റെ കേസിൽ നമ്മൾ എന്താ പറയുക ഡിനോട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അതിനെ ആ ഒരു ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഒരു ഫോഴ്സ് വരുന്നത്. അപ്പോൾ ഒരു ഡാമ്പിങ്ങിൻ്റെ കേസിൽ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി അല്ലെങ്കിൽ ഒരു ഡാമ്പിങ് ഫോഴ്സ് പ്രൊപ്പോർഷണാലിറ്റി വരുന്നത് അതിൻ്റെ വെലോസിറ്റിക്കായിരിക്കും പ്രൊപ്പോർഷണാലിറ്റി വരുന്നത്. ദാറ്റ് ഈസ് എഫ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് വി. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ബി വി വേർ ബി ഈസ് ഈക്വൽ ടു എ ഡാമ്പിങ് കോഎഫിഷ്യൻറ്റ്. ഡാമ്പിങ് കോഎഫിഷ്യൻറ്റ് എന്നാണ് ഇതിന് പറയാം. ഓക്കെ, ഇനി ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം എഫ് എന്ന് പറയുന്നത് എം ഇൻറ്റു ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി എന്നതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ബി വി. അങ്ങനെയാണെങ്കിൽ ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഓക്കെ എം ഇൻറ്റു ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി എന്നതാണ്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഡി വി ഡിവൈഡ് ബൈ ഡി ടി വെലോസിറ്റിയാണ് ഡി വി ഡിവൈഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് ബി ഡിവൈഡ് ബൈ എം ഇൻറ്റു വി എന്ന് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. That is implies dv divided by dt is equal plus b divided by m into v that is equal to 0. അപ്പോൾ ഇതാണ് ഒരു ഡാമ്പിങ്ങിൻ്റെ കേസിലുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഡാമ്പിങ്ങിൻ്റെ കേസിലുള്ള ഇക്വേഷൻ ഓഫ് മോഷനാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഡി വി ഡിവൈഡ് ബൈ ഡി ടി പ്ലസ് ബി ഡിവൈഡ് ബൈ എം ഇൻറ്റു വി ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി പുട്ട് m divided by b is equal to tau. That is called relaxation time. Relaxation time എന്നുള്ള റെപ്രസെൻറ്റേഷൻ നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി പ്ലസ് 1 ബൈ ടോ ഇൻറ്റു വി ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഫ്രം ദിസ് ഡി വി ഡിവൈഡഡ് ബൈ വി ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 ബൈ ടോ ഡി ടി എന്ന് എഴുതാം. എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി 1 ബൈ ടോ വീനെ ഇങ്ങോട്ട് കൊണ്ടുപോയി, ദെൻ വീനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു, ഡി ടിനെ അങ്ങോട്ടും കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് ഈ റിലേഷനിൽ കിട്ടി. ഇനി നമ്മളിതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ് ഫ്രം വി 0 ടു വി എന്നുള്ള. വി 0 എന്ന് പറഞ്ഞത് അറ്റ് ടൈംസ് ഈക്വൽ ടു 0 സമയത്തുള്ള വെലോസിറ്റിയാണ്. ദെൻ ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് വി ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇൻറ്റഗ്രൽ വി 0 ടു വി ഡി വി ഡിവൈഡ് ബൈ വി ഈക്വൽ ടു മൈനസ് ഇൻറ്റഗ്രൽ 0 ടു ടി 1 ബൈ ടോ ഇൻറ്റു ഡി ടി എന്ന് എഴുതാം. അതായത് 0 എന്ന് പറയുന്ന സമയത്തുള്ള വെലോസിറ്റി വി 0 ആയിട്ടും ടി എന്ന് പറയുന്ന സമയത്തുള്ള വെലോസിറ്റി വി ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിലേഷൻ ഈ രീതിയിലേക്ക് മാറ്റാം. ദെൻ എൽ എൻ വി ഫ്രം വി 0 ടു വി ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇവിടെ 1 ബൈ ടോ എന്ന് പറയുന്നതൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് പുറത്തേക്ക് എടുത്തു. ദെൻ ടി
ഫ്രം 0 to t എന്ന് കൊടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ln v0 ദാറ്റ് ഈസ് മൈനസ് ln v മൈനസ് ln v0 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1/τ ഇൻറ്റു ടി എന്ന് എഴുതാം. ഫ്രം ദിസ് ln v ഡിവൈഡഡ് ബൈ v0 is equal to മൈനസ് t ഡിവൈഡ് ബൈ τ. From this v divided by v0 is equal to e raised to minus τ divided by t divided by τ. Okay, അപ്പോൾ v divided by v0 that is v is equal to v0 into e raised to minus t divided by τ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. This is the equation for the velocity. ഈ വെലോസിറ്റി റിലേഷൻ വെച്ച് നമുക്ക് എന്താ അറിയാം, വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഗ്രീസ് ചെയ്യുകയാണെന്ന് നമുക്ക് പറയാം. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിഗ്രീസസ്. എങ്ങനെയാണ് ഡിഗ്രീസ് ചെയ്യുന്നത്? എക്സ്പൊണൻഷ്യലി ആയിട്ടാണ് ഡിഗ്രീസ് ചെയ്യുന്നത്. എന്തിന് കറസ്പോണ്ടിങ് ആയിട്ട്? വിത്ത് ടൈം. അപ്പോൾ ടൈം കൂടുന്തോറും വെലോസിറ്റി എന്ന് പറയുന്നത് ഡിഗ്രീസ് ചെയ്യുന്നുണ്ട്. ഏതിൻ്റെ കേസിൽ? ഡാമ്പിങ്ങിൻ്റെ കേസിൽ. അപ്പോൾ നമ്മൾ ഡാമ്പിങ് കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വെലോസിറ്റി ടൈം കൂടുന്തോറും അതിൻ്റെ ആ ഓസിലേഷൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഡിഗ്രീസസ്. എങ്ങനെയാണ് ഡിഗ്രീസ് ചെയ്യുന്നത്? എക്സ്പൊണൻഷ്യലി ഡിഗ്രീസിങ് ആണ്. ഓക്കെ, എക്സ്പൊണൻഷ്യലി ആയിട്ടാണ് ഡിഗ്രീസ് ചെയ്യുന്നത് എന്നതാണ് അതിന് പറയുന്നത്. അപ്പോൾ v0 എന്ന് പറഞ്ഞത് ഒറിജിനൽ, അതായത് ഇനീഷ്യലുള്ള വെലോസിറ്റിയാണ്. ദെൻ ടൈം കൂടുന്തോറും അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിഗ്രീസ് ചെയ്യുന്നു ബൈ എക്സ്പൊണൻഷ്യലി വിത്ത് ടൈം. ദെൻ അടുത്ത നമ്മൾ റിലാക്സേഷൻ ടൈമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോയുടെ വാല്യൂ ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാവുന്ന റിലേഷനാണ് v is equal to v0 e raised to minus t divided by τ എന്നുള്ള റിലേഷൻ. നമ്മൾ ടൈം എന്ന് പറഞ്ഞത് റിലാക്സേഷൻ ടൈമാക്കി നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഫ്രം ദിസ് ഇക്വേഷൻ v is equal to v0 e raised to minus τ divided by τ that is minus 1 എന്ന് എഴുതാം. that is equal to v0 divided by e. that means velocity is equal to v0 എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. എക്സ്പൊണൻഷ്യൽ എന്ന് പറയുന്നത് v0 എന്ന് പറയുന്നത് ടൈം 0 ആവുന്ന സമയത്തുള്ള വെലോസിറ്റിയാണ്. e എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യലാണ്. അതിൻ്റെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 0.368 v0. കാരണം 1/e ആണ്. അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ 0.368 v0 എന്ന് നമുക്ക് കിട്ടും. സോ ദാറ്റ് ഈസ്, അപ്പോൾ നമുക്ക് ഈ ഒരു ഡെഫിനേഷൻ വെച്ച് നമുക്ക് റിലാക്സേഷൻ ടൈമിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതായത് റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈം. ഒരു ടൈമാണ്. എന്തിനുള്ള ടൈം? അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ 1/, ഒറിജിനലുള്ള വെലോസിറ്റിനേക്കാൾ 1/8 ടൈം ആവാനുള്ള. അപ്പോൾ ഒറിജിനലി ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് v0 ആയിരുന്നു. അതിൻ്റെ 1/8 എന്ന് പറഞ്ഞാൽ v0 ഡിവൈഡ് ബൈ e. ആ ഒരു വെലോസിറ്റി ആവാനെടുക്കുന്ന ടൈം, ആ ടൈമിനാണ് എന്താ പറയുക, റിലാക്സേഷൻ ടൈം എന്ന് പറയുക. കാരണം ആ ഒരു ടൈം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴാണ് വെലോസിറ്റി എന്ന് പറയുന്നത് ഒറിജിനലുള്ള വെലോസിറ്റിനേക്കാൾ 1/8 ടൈംസ് ആവുന്നത്. ഓക്കെ, കുറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? റിലാക്സേഷൻ ടൈം ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈം ഇൻ വിച്ച് ദ വെലോസിറ്റി ബിക്കംസ് 1/8 ടൈംസ് ദ ഇനീഷ്യൽ വാല്യൂ. ഇനീഷ്യൽ വാല്യൂനേക്കാൾ 1/8 ടൈംസ് ആവാനെടുക്കുന്ന വെലോസിറ്റി ആവാനെടുക്കുന്ന ടൈമിനെ ഡിഫൈൻ ചെയ്യുന്ന വാല്യൂ ആണ് എന്ത്? റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഡാമ്പിങ്ങിൻ്റെ കേസുള്ള കൈനറ്റിക് എനർജിൻ്റെ എക്സ്പ്രഷനാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി is equal to ½ × m × v² എന്നതാണ്. v is equal to v0 e raised to minus τ divided by t divided by τ എന്നതാണ്. അപ്പോൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 1/2 m × v0² e raised to minus 2t divided by τ എന്ന് എഴുതാം. ഓക്കെ, ദെൻ ½ × m × v0². ഇതെന്താണ്? കൈനറ്റിക് എനർജിൻ്റെ ടേംസാണ്. എപ്പോൾ? h ടൈം ഈക്വൽ ടു 0. അതായത് ടൈമിൻ്റെ വാല്യൂ 0 ആവുന്ന സമയത്ത് കൈനറ്റിക് എനർജിയുടെ വാല്യൂ ആണ് എന്ത്? k0 ദാറ്റ് ഈസ് ഈക്വൽ ടു ½ × m × v0². അത് നമ്മളെങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് ചോദിച്ചാൽ കൈനറ്റിക് എനർജി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ½ × m v² ആണ്. v എന്ന് പറയുന്നത് വെലോസിറ്റി. അപ്പോൾ v0 എന്ന് പറഞ്ഞാൽ ടൈം 0 ആവുന്ന സമയത്തുള്ള വെലോസിറ്റിയാണ്. അപ്പോൾ ആ സമയത്തുള്ള കൈനറ്റിക് എനർജിനെ ½ × m × v0² എന്ന് നമുക്ക് എഴുതാം. അതെന്താണ്? k0 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ k0 × e raised to minus 2t divided by τ. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ദ കൈനറ്റിക് എനർജി. ഓക്കെ, ഇവിടെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞത് എന്താണ്? ഡിഗ്രീസിങ് ആണ് വിത്ത് എക്സ്പൊണൻഷ്യലി വിത്ത് ടൈം. ടൈമിനനുസരിച്ച് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? അത് കൈനറ്റിക് എനർജി ഈസ് ഡിഗ്രീസസ് എക്സ്പൊണൻഷ്യലി
വിത്ത് ടൈമിനനുസരിച്ച് എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യുന്ന ഒന്നാണ് എന്ത് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ജനറൽ ആയിട്ടുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ഏതിൻ്റെ കേസിൽ? ഡാമ്പിങ് അല്ലാത്ത കേസിൽ എന്തായിരുന്നു? എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സൈൻ ഒമേഗ ടി എന്നുള്ള റിലേഷൻ. ഇനി എങ്ങനെയാണ് ഡാമ്പിങ് വരുന്ന സമയത്ത് എങ്ങനെയാണ് റിലേഷൻ എന്നതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എക്സ്പ്രഷൻ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന റിലേഷനാണ് വി ഇസ് ഈക്വൽ ടു വി സീറോ ഇ റെസ് ടു മൈനസ് ടി ഡിവൈഡ് ബൈ ടോ എന്നുള്ള റിലേഷൻ. ദെൻ വി ഇസ് ഈക്വൽ ടു ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി എന്നതാണ്. അപ്പോൾ ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു വി സീറോ ഇൻറ്റു ഇ റെസ് ടു മൈനസ് ടി ഡിവൈഡ് ബൈ ടോ എന്ന് എഴുതാം. ഫ്രം ദിസ് ഡി എക്സ് ഇസ് ഈക്വൽ ടു വി സീറോ ഇ റെസ് ടു മൈനസ് ടി ഡിവൈഡ് ബൈ ടോ ഇൻറ്റു ഡി ടി. Okay, then integrating on both sides we get integral 0 to x dx is equal to integral 0 to t. Time ആണ്. അപ്പോൾ v0 e raised to minus t divided by tau dt എന്ന് എഴുതാം. ഓക്കെ, ദെൻ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടൈം 0 ആവുന്ന സമയത്ത് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആണ്. ആ ഒരു കണ്ടീഷൻ നമ്മളിവിടെ എന്ത് ചെയ്യണം? അസ്യൂം ചെയ്യണം. അതുകൊണ്ടാണ് നമ്മളിവിടെ 0 to എക്സും 0 to ടിയും എന്നുള്ളൊരു അസംഷൻ നമ്മളിവിടെ എടുക്കാനും കാരണം. ഓക്കെ, അതായത് ടൈം 0 ആവുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0, ടൈം ടി ആവുന്ന സമയത്ത് പൊസിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സ്. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? v0 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുത്തു. ദെൻ എക്സ്പൊണൻഷ്യലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പൊണൻഷ്യൽ മൈനസ് ടി ഡിവൈഡ് ബൈ ടോ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ എക്സ്പൊണൻഷ്യലാണ് ഡിവൈഡഡ് ബൈ മൈനസ് 1 ഡിവൈഡ് ബൈ ടോ ഫ്രം 0 to ടി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു v0 ഇൻറ്റു മൈനസ് പുറത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ദെൻ ടോയിന് നമുക്ക് ന്യൂമറേച്ചറിലേക്ക് കൊണ്ടുവരാം. ദെൻ ലിമിറ്റ് നമ്മൾ ടിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സെയിം റിലേഷൻ തന്നെ ആയിരിക്കും വരിക. സോ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് v0 ടോ. ഓക്കെ, 0 കൊടുക്കുന്ന സമയത്ത് ഇ റെസ്റ്റ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഈ രീതിയിലായിരിക്കും വരാം ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ. ആദ്യം നമ്മൾ ടി എന്ന് പറയുന്ന ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഇ റെസ്റ്റ് മൈനസ് ടി ഡിവൈഡ് ബൈ ടോ തന്നെ വരും. ദെൻ 0 അപ്ലൈ ചെയ്യുമ്പോൾ ഇ റെസ്റ്റ് 0 ദാറ്റ് ഈസ് 1. ഓക്കെ, അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് v0 ടോ ഇ റെസ്റ്റ് മൈനസ് ടി ഡിവൈഡ് ബൈ ടോ മൈനസ് 1 എന്നുള്ള റിലേഷൻ ആയിരിക്കും വരാം. ദെൻ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ മൈനസ് പോക്കാൻ വേണ്ടി നമ്മൾ v0 ഇൻറ്റു ടോ ഈ 1നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. 1 മൈനസ് ഇ റെസ്റ്റ് മൈനസ് ടി ഡിവൈഡ് ബൈ ടോ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ദ റിലേഷൻ ഫോർ ദ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റിലേഷനാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു v0 ടോ ഇൻറ്റു 1 മൈനസ് ഇ റെസ്റ്റ് മൈനസ് ടി ഡിവൈഡ് ബൈ ടോ എന്നുള്ള റിലേഷനാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡാമ്പിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ജനറലായിട്ടുള്ള പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.